നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ വിലയിൽ ഇടിവ്. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ ഇടപാടുകാർ വാരാന്ത്യത്തിലെ ലാഭമെടുപ്പിന് കാണിച്ച ഉത്സാഹം ഷീറ്റ് വില കുറയാൻ കാരണമായി. വിനിമയ വിപണിയിൽ ഡോളറിന് മുന്നിൽ ജപ്പാനീസ് യെന്നിൻ്റെ മൂല്യത്തിലെ ചാഞ്ചാട്ടം ഈ അവസരത്തിൽ ഓപ്പറേറ്റർമാരെ പുതിയ ബാധ്യതകളിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഒസാക്കയിലും ഇതര അവധി വ്യാപാര കേന്ദ്രങ്ങളിലും ഉൽപ്പന്നത്തെ തളർത്തിയത് റെഡി മാർക്കറ്റായ ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 2 രൂപ കുറഞ്ഞു 188 രൂപയാവാൻ ഇടയാക്കി. ഇന്തോനേഷ്യ, മലേഷ്യൻ മാർക്കറ്റുകളിലും റബ്ബറിന് തളർച്ച ദൃശ്യമായി. വിദേശത്തു നിന്നുള്ള പ്രതികൂല വാർത്തകൾ ഇന്ത്യൻ മാർക്കറ്റിലെ ആവേശം അല്പം കുറച്ചെങ്കിലും വിപണികൾക്ക് കാര്യമായ പരിക്കുകൾ സംഭവിക്കാതെ വിവിധയിനം ഷീറ്റ് വിലകൾ നീങ്ങി. 4ാം ഗ്രേഡ് കിലോ 202 രൂപയിലും 5ാം ഗ്രേഡ് 198 രൂപയിലും വ്യാപാരം നടന്നു. ലാറ്റസ് കിലോ 132 രൂപയാണ്. അതേസമയം ചെറുകിട വ്യവസായികൾ ഒട്ടുപാൽ വില 128 രൂപയായി ഇടിച്ചു. ചൈനയുടെ WTOയിലേക്കുള്ള വരവ് ഇന്ത്യൻ റബ്ബർ മേഖലയ്ക്ക് തിരിച്ചടിയായി. പഠന റിപ്പോർട്ട് പുറത്ത്. ലോകത്തെ ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പന്ന കയറ്റുമതിക്കാരായ ചൈന ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി വിഹിതത്തിൽ 5ാം സ്ഥാനത്താണ്. 24% വാർഷിക വളർച്ച. ലോക വ്യാപാര സംഘടനയിൽ ചൈന അംഗമായതിനു ശേഷം ഇന്ത്യക്ക് റബ്ബർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ക്ഷീണം. കയറ്റുമതിയേക്കാൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വർദ്ധിച്ചതോടെ വ്യാപാര സന്തുലിതാവസ്ഥയിൽ അസ്ഥിരതയുണ്ടായതായി റബ്ബർ ബോർഡിന് കീഴിലുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. 1996 മുതൽ 2022-23 സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിലെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ വിദേശ വ്യാപാര പ്രവണതകൾ വിശകലനം ചെയ്തിട്ടുള്ള പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ലോക വ്യാപാര സംഘടനയിലേക്ക് ചൈന എത്തിയ 2001 ശേഷം ഇന്ത്യൻ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ സ്വാധീനം കുറഞ്ഞിട്ടുണ്ട്. അതേസമയം റബ്ബർ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി 11.9% നിന്നും 13.4% വളർന്നു. ചൈനയുടെ വരവും സിന്തറ്റിക് റബ്ബറും ലോക വ്യാപാര സംഘടനയിലേക്കുള്ള ചൈനയുടെ വരവാണ് ഇന്ത്യയുടെ റബ്ബർ മേഖലയ്ക്ക് തിരിച്ചടിയായതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറക്കുമതി കാര്യമായി ഉയരുകയും അതേസമയം കയറ്റുമതി പരിമിതപ്പെടുകയും ചെയ്തതോടെ വ്യാപാര സന്തുലിതാവസ്ഥ താളം തെറ്റി. ഇന്ത്യയിലേക്കുള്ള റബ്ബർ ഇറക്കുമതിയിൽ ചൈനയുടെ പങ്ക് 1999 2000 കാലഘട്ടത്തിൽ 1% താഴെയായിരുന്നു. എന്നാൽ ഇത് 2023-24 ആയപ്പോഴേക്കും 11.4% ഉയർന്നു. $2.3 മില്യൺ നിന്നും $448.2 മില്യൺ കുതിപ്പ്. ലോകത്തെ ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പന്ന കയറ്റുമതിക്കാരായ ചൈന ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി വിഹിതത്തിൽ 5ാം സ്ഥാനത്താണ്. 24% വാർഷിക വളർച്ച. 2023 ചൈനയുടെ ആകെ റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്ന കയറ്റുമതി $33.65 ബില്യൺ. ആഗോള കയറ്റുമതിയുടെ 16% വരുന്നത്. ഇന്ത്യയുടേതാകട്ടെ വെറും $4.4 ബില്യൺ, 2.1% താഴെ. മൊത്തം റബ്ബർ ഉപഭോഗത്തിൽ ഇറക്കുമതി 14.37% 1996-97 കാലഘട്ടത്തിൽ ഇത് 2022-23 സാമ്പത്തിക വർഷമായപ്പോൾ 38.41% വർദ്ധിച്ചു. സിന്തറ്റിക് റബ്ബർ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയതും ഇറക്കുമതി വർദ്ധിക്കാൻ ഇടയാക്കി. റബ്ബർ മേഖലയ്ക്കായി ഭാവി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനായി അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മുതൽ മൂല്യവർദ്ധിത നിർമ്മാതാക്കൾ വരെയുള്ള എല്ലാ ഘടക വിഭാഗങ്ങളെയും കുറിച്ചുള്ള വിശ്വസനീയമായ ഒരു ഡാറ്റാബേസ് തയ്യാറാക്കാൻ പഠന റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ റബ്ബർ വില കുറയാനും ഇറക്കുമതി വർദ്ധിക്കാനും ഉണ്ടായ കാരണങ്ങൾ. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.